ഇതാന്നോടാ ധ്യാനത്തിനുള്ള പ്രിപ്പറേഷൻ. ഓ അടിപൊളി 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 സൂപ്പർ ആയിട്ടുണ്ടല്ലേ തന്നെ. മിന്നു എന്തിനാ കളിക്കുന്ന മിന്നു? മിന്നു വാ എല്ലാരും ഇട്ട് മറക്കൂന്ന് ഇങ്ങോട്ട് പാടിയാണ് വിട്ടിട്ട്. കൊത്തി ഇനി ഇത് കൊടുക്കട്ടെ, ഭക്ഷണം കൊടുക്കട്ടെ. മോർണിംഗ് തന്നെ അമ്മു ചക്ക അച്ചാച്ചൻ ഉറങ്ങുവാണ് ഗൈസ്. നമ്മൾ സഞ്ജു ലക്ഷ്മി കാണുന്നതാണ് ഗൈസ്. ഇത് നമുക്ക് 1000 സബ്സ്ക്രൈബർ ആയി ഗൈസ്. 1000 ഗൈസ്. ഇപ്പാണ് ഗൈസ് മഴയൊക്കെ കുറഞ്ഞ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നല്ല സുഖമായി ഉറങ്ങാൻ പറ്റും. നല്ല തണുപ്പുണ്ടാവും. നമ്മുടെ പക്ഷി ജാവ അവിടെ ഉണ്ട്. മിന്നുവിനെ കാണിക്കണ്ടല്ലോ, ഓനെ എപ്പോഴും കാണിച്ചില്ലേ ആ ചട്ടം. എന്നിട്ട് സീ പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് അതിന് വേറെ ജോഡി. എനിക്ക് ഓരോടെ പെണ്ണ് കിട്ടിച്ചിട്ട്. എന്നിട്ട് ഓന് 2 മാസം ആയപ്പോഴേക്കും ഓന് പെണ്ണിനെ പിന്നെ പൂച്ച കണ്ടം പൂച്ച. നമ്മളെ പണ്ട് നമ്മളെപ്പോഴും തല കൊടുക്കും. അതുകൊണ്ട് വന്ന് നമ്മളെപ്പോഴും ഇവിടെ ലീവ് മേടിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ 2 എണ്ണം ഒരു വെള്ളയും കൂടി ഉണ്ട്. എടുത്തു. ഇതാണ് നമ്മുടെ വളർത്ത്. ഇതാ കശുവണ്ടി അല്ലേ ഇത്? കശുവണ്ടി. ഇവിടൊക്കെ കശുവണ്ടി നോക്കിയാ പറയാ ഇതിനെ അല്ലേ? അത് കശുവണ്ടി അല്ലേ? ഇവിടെ കശുവണ്ടി പറയാ. നിങ്ങളുടെ നാട്ടിലെന്നാ പറയുന്നതിന് കമന്റ് ചെയ്യണം. ആ വേറെയും പറയലുണ്ടല്ലോ, പറങ്ങാണ്ടി എന്നൊക്കെ പറയൂ. ആ ഇത് നമ്മുടെ റോസ് ഗൈസ്. അവിടുന്ന് വെള്ളം അടിക്കുന്നോണ്ട് നമ്മൾ ഇവിടെ വെള്ളമല്ല, വെള്ളം ഇങ്ങനെ വീട് ഇവിടെ കെട്ടി നിൽക്കും. അപ്പൊ ഇത് ചിലപ്പോ പോയി പോകും. അപ്പൊ തന്നെ എന്തൊക്കെയോ ചാടി ഉണങ്ങിയ പോലെ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് കരിനീറാ. നമ്മുടെ അലോവേര പോയി ഗൈസ്. അലോവേരേന്റെ എന്തോ നായ പട്ടിയും മച്ചം കളഞ്ഞു. ഇത്തവണ ഞാൻ എന്നെ എല്ലാവരും കഴിക്കാം. കൊറേ ഈ പൂവുണ്ട് ഗൈസ്. ഏത് എന്തായിരുന്നു? ഒരു പർപ്പിൾ കളറ്
ഉജാല കളറ് ശംഖുപുഷ്പമുണ്ട് ഗൈസ്. അങ്ങോട്ട് പോവാം, പക്ഷെ അങ്ങോട്ട് പോയി ഇപ്പം മഴയൊക്കെയാ കൊണ്ട് ചളിയുണ്ടോ, അപ്പോൾ ചിലപ്പോൾ തെന്നി വീഴുകയൊക്കെ ചെയ്യും. നമുക്കിപ്പോൾ പോകാൻ പറ്റൂല. ഇത് നമ്മുടെ സ്കൂളാണ് ഗൈസ്. സ്കൂളിൽ ഗൈസ് വെള്ളമായിട്ട് എൻ്റെ ഇവിടം വരെ, ഈ ചെരുപ്പിൻ്റെ ഇവിടം വരെ വെള്ളം കയറി ഗൈസ്. ഇന്നലെ രാത്രിയും കൂടി മഴയാണെങ്കിൽ നല്ല സുഖമായിരിക്കും അല്ലേ? ഇത് നോക്ക് ഗൈസ്, ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിനി അല്ലേ? ഇന്നലെ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ സ്കൂളൊക്കെ. നല്ല മഴ തോർന്നലാ. അതൊക്കെ ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഗൈസ്? ഏറുമാടാ വാഴ നമ്മളെ പറമ്പിലല്ലേ വാഴ വീണു ഗൈസ്. ഇങ്ങോട്ടൊന്ന് സൈഡിലെടുത്ത് പോയ ഇതാണ്. മഴ പെയ്തു തുടങ്ങി. സേറുമാടം റൂമയാ. ഇവിടുന്ന് കിട്ടും അമ്മമ്മേ, ഇവിടുന്ന് കിട്ടും. അതെ സേറുമാടം നമ്മളെ മാമന്റെ വീട്. ഇങ്ങോട്ട് പോയാ ഏറുവാളത്തിന്റെ അപ്പുറം കണ്ട ഒരു വെള്ള കളറി കാണിച്ചിടാവേ. അന്നില്ല ഒരു വീട്, അതാണ് വീട് മാമന്റെ. മഴ പെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാല് വലിയ മഴ പെയ്യുന്ന എനിക്ക് തോന്നുന്നേ. കണ്ട വെള്ളം വന്ന് വലിയ കുണ്ടുപോലെയായി. ഒരു ഗപ്പീനെ ഇട്ട് വെക്കാൻ പറ്റും ഇവിടെ. ചെറുങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. അതിലടുത്തോ അത് പണ്ടത്തെയാണ്. അമ്മ എന്നെ പറഞ്ഞോ അതിന്റെ അപ്പുറത്ത് എന്തോ ടോയ്ലറ്റ് അയച്ചല്ലേ, പ്രശ്നം. ഇപ്പൊ തന്നെ ചെറിയ മഴ ഇപ്പൊ അവിടെ പെയ്യുന്നുണ്ട്. അതിന്റെ അടുത്തോ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വലിയ മഴ പെയ്യും. പെയ്താൽ നല്ലതായിരുന്നു എനിക്ക് അല്ലേ? പെയ്താൽ നല്ലതായിരുന്നു. ഇടിയൊന്നും പൊട്ടി എനിക്ക് കുഴപ്പമില്ല. മഴ പെയ്യുമ്പോൾ ഒരു വൈബ് കിട്ടുക. നമ്മുടെ വീട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഗൈസ്. പാവപ്പെട്ട പിന്നെ നമ്മള് മിഡിൽ ക്ലാസ്സാ ഗൈസ്, മിഡിൽ ക്ലാസ്. അമ്മമ്മ ഇത് വളർന്നട്ടാ. ഈ അന്ന് വീട് ഫുള്ളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ മരം കണ്ടാ, ഇപ്പൊ ഈ വീടൊന്നും കാണാൻ പറ്റുന്നില്ല, പകുതി പോലും കാണാൻ പറ്റുന്നില്ല. നമ്മൾ മിഡിൽ ക്ലാസ് ആണ്, മിഡിൽ ക്ലാസ്. പൈസക്കാരനല്ല അല്ലേ? ഈ ഭാഗം കാണാനേ പറ്റുന്നില്ല. നമ്മളെ അത്യാവശ്യത്തിന് പൈസയുണ്ട്. വെറുതെ നമ്മൾ പാവപ്പെട്ടാണ്. നമ്മളെ മിഡിൽ ക്ലാസ്സാ, മിഡിൽ ക്ലാസ്. വെള്ളം ഗൈസ്, വെള്ളം കെട്ടിന്നിട്ട് തൊട്ടാവാടി. നിങ്ങൾക്ക് വെള്ളം ബബിൾസ് ആയി കെട്ടിക്കുന്നു.
മിഡിൽ ക്ലാസ് ആണ് ഗൈസ്. ഇതാ നമ്മുടെ വാഴയൊക്കെ ഇതാ. എൻ്റെ സൈക്കിള് ഇതാ, എൻ്റെ സൈക്കിൾ നനഞ്ഞു ഗൈസ്, കുളിച്ച്. ഇപ്പോൾ ഒരു അണ്ടി ഉണ്ടാകുന്നല്ലോ, അത് വീണില്ല തന്നെ ഗൈസ്. ഇതാ അവിടെ ഒരു അണ്ടി വീണിനെ, മറ്റേ അണ്ടിയല്ല. വണ്ടിയൊന്നും എടുക്കില്ല, അവിടെ മഴ പെയ്ത് അണ്ടിയുടെ വില കുറഞ്ഞു. ഗൈസ് ഞാൻ ഇനി മുതൽ ഡയറ്റാണ്. അയ്യോ ഞാൻ തടി വെച്ച് ഗൈസ്. വേണ്ട കപ്പ് കേക്ക് വേണ്ട. അയ്യോ ഞാൻ തടി വെച്ച് ഗൈസ്. അമ്മച്ചി അയ്യോ ഞാൻ തടി വെച്ചേ. അയ്യോ ഇവിടെ ഇപ്പൊ എന്താ ഇവിടെ ഇപ്പോഴും ഉറക്കം തന്നെയാ ഗൈസ്. പെൻസിൽ ഇതോ അമ്മേൻ്റെ ഒക്കെ ഒന്നും തടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അമ്മേൻ്റെ ഒക്കെ മെലിഞ്ഞ് ഉണങ്ങി. ഞാനല്പം തടിച്ചേ. ഞാൻ പറഞ്ഞിട്ടില്ല. മേലെ ഇപ്പൊ എന്താ, ഞാൻ എൻ്റെ റൂമുണ്ട്. പക്ഷെ റൂമ് മേലല്ലേ, എൻ്റെ റൂം അതെ അതന്നെയല്ലേ ഞാൻ പറഞ്ഞ എൻ്റെ റൂം അവിടെ അല്ലേന്ന്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്നതാണ്. വീഡിയോ ഒന്നും കിട്ടത്തില്ല, പക്ഷെ ഞാൻ ഗെയിമൊക്കെ ചില സമയം കളിക്കുന്നുണ്ട്. ഇപ്പം അതില്ല. ഇതാണ് ഗൈസ് അങ്കിളിൻ്റെ ഈ അമ്മാൻ്റെ റൂം. അമ്മാൻ്റെ ഒരു BTS ഫാനാണ് ഗൈസ്. ജങ്കൂക്കിൻ്റെ എനിക്ക് ജങ്കൂക്കിന് ബീംപോ. ഞാൻ എൻ്റെ വെയിറ്റ് ഒന്ന് നോക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. ഇത് അമ്മ എനിക്ക് ഇന്നലെ നോക്കിയപ്പോ ഞാൻ 26. ഇപ്പൊ നോക്കിയപ്പോ ഇതിനെന്തോ പ്രശ്നമുണ്ട്. ഇതിനെന്തോ പ്രശ്നം ഉണ്ടായിച്ച. ഇതാ നമ്മളെ വരാന്ത. ഇത് അമ്മ മുട്ടയാണ് ഇത് ഇവിടെ. ഇല്ലല്ലോ ഗൈസ്, അമ്മമാരെ നമ്മള് കാണിക്ക്. സാധാ വിശപ്പില്ല. വരാന്ത സ്കൂൾ. അതാ അയ്യോ ഞാനിവിടെ ഇതാ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഞാൻ വീട് ഇട്ടിന് ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ. ഏതോ വണ്ടി ഇതാ പോകുന്നുണ്ടേ. മഴ തുടങ്ങി ഗൈസ്. ഇപ്പൊ നല്ല വലിയ മഴ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് സന്തോഷായി. നല്ല മഴ ഗൈസ്. ഇതാ അമ്മേൻ്റെ ഇപ്പോഴും പഠിക്കുന്ന ബുക്കാ. ഇതാ നമ്മുടെ പണ്ടത്തെ അമ്മേൻ്റെ ഇപ്പോഴത്തെ അമ്മേനെ വെച്ച് നോക്കിയേ. മേക്കപ്പ് ഇട്ടത്തുള്ള അമ്മയായിരുന്നു ഇത്. മേക്കപ്പ് ഇട്ടപ്പോ എന്തിനാ പോലെ ഇരുന്ന് എൻഗേജ്മെന്റിന്റെ സേവ് ദ ഡേറ്റ്. ഈ ഫോട്ടോയോ അല്ല, ഇത് ഇങ്ങോട്ടാക്കിയ ഈ അമ്മൂനെയും മറ്റേ നമ്മുടെ താഴെ ഇരിക്കുന്ന അമ്മൂനെയും കൂടി നോക്കിയാൽ എങ്ങനെയുണ്ട്. ഇനി നമുക്ക് താഴെ ഇരിക്കുന്ന അമ്മൂനെ കാണാം. കണ്ണാടിയാണ്
ഫാൻ അതൊക്കെ കാണിച്ചു അമ്മ ബ്യൂട്ടി ഫാനല്ലേ. ഇതാ അമ്മു ഓരോ നേരി വെച്ചിട്ട് 3 മണിക്ക് പഠിക്കണം 4 മണിക്ക് തിന്നണം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലൊക്കെയോ എഴുതി വെച്ചു. അമ്മ ബാക്ക് ഇതാണ് നമ്മളെ ടോയ്ലറ്റ് കാണിക്കണോ? ഇത് നമ്മുടെ സ്റ്റുഡിയോ ആണ് ഗൈസ്. ആരും തിരിഞ്ഞു നോക്കാത്ത സ്റ്റുഡിയോ കണ്ടോ. ഇതൊക്കെ ഞാൻ പരത്തിയാണ്. എന്ത് ഞാൻ പറഞ്ഞ ഇത് അമ്മേൻ്റെ അരിച്ചാണ് ഗൈസ്. അങ്ങനെയുണ്ട് നല്ലല്ലേ. ബാത്റൂം കാണിക്കണോ? വേണ്ടല്ലോ ബാത്റൂം വേണ്ട. ഗൈസ് മഴ തുടങ്ങി. മഴ തുടങ്ങി. ഇനി എന്താ ഇത് ഹോം ടൂർ ആയിപ്പോയല്ലോ. മോർണിംഗ് വ്ളോഗ് മാത്രല്ല ഈവനിങ് വ്ളോഗ് ഒക്കെ ഉണ്ട്. ആ കഴിക്കോ. ഫാൻ പൊടി പിടിച്ചില്ല ഗൈസ്. കുഴപ്പമില്ല. ഫാൻ ഇട്ടാ എന്ത് വൃത്തിയുള്ളതാ. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. അയ്യോ നമുക്ക് ഇവിടെ നമ്മുടെ പറമ്പ് മഴ പെയ്യുന്നുണ്ട് ഗൈസ്. ഇതാ കാണുന്നില്ലേ മഴ ഇതാ. ഹായ് ഏത് സുഖം. എന്ത് വൃത്തിയാണ് ഗൈസ്. നോക്കിയേ എൻ്റെ റൂമ്. ഇത് പഴയ കിടക്കുക ഗൈസ്. 2 വർഷമായിട്ടുണ്ട്. അയ്യോ അമ്മമ്മ പറ എന്നാ. അമ്മമ്മ പറ. ഞാൻ പറയൂല അമ്മമ്മ പറഞ്ഞായിരുന്നേ അല്ലേ ഗൈസ്. അമ്മ ഇനി എമാ മാട്രസ് വാങ്ങിക്കൂ. പിന്നെ ആ എമാ മാട്രസ് നമ്മൾ മേടിക്കുന്നതാണ് ഗൈസ്. നല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കും. ഈ സൈസിൻ്റെ. പിന്നെ ഒരു AC അടുത്ത വർഷം മേടിക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മിന്നുവിനെ ഒരു കൂട്ടയച്ച് 1 മാസം കഴിഞ്ഞാൽ അടുത്ത മാസം മേടിക്കുമെന്നാണ് പറയുന്നത്. അമ്മ എനിക്കറിയില്ല പക്ഷെ പറയുന്നത് കേട്ടൂല. ഇതിങ്ങനെയല്ല ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ കണക്ക് തന്നെ. ആ സത്യം ഗൈസ്. അല്ല അമ്മ കിടക്കുമ്പോ ഇങ്ങനെ കാലിട്ട് അടിക്കൊന്നുമില്ല. നമ്മളെ കിടക്കുവാണെങ്കിൽ തന്നെ നേരെ കിടക്കും. അനങ്ങൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും ഗൈസ്. നല്ല വൃത്തിയായി. ജനാല പൂട്ടണേ. അമ്മമ്മേല പറഞ്ഞ ജനാല പൂട്ടിന്ന് ഇടി. അമ്മമ്മേല പറഞ്ഞ ഈ ജനാല പൂട്ടിന്ന് ഇടി കൂട്ടുമ്പോ ഈ ജനാല മേലെ തന്നെ. എന്നാലും ഇവിടെ ഫാനൊക്കെ ഉള്ളതല്ലേ ഇലക്ട്രിക്. അതപ്പോൾ ഇത് നമ്മുടെ പുറത്തത്തെ മരമാണ് ഗൈസ്. മരം എന്നല്ല ഗൈസ്. നമ്മുടെ വീട് ഇവിടെ നമ്മൾ ഈ സ്ഥലത്ത് ഇങ്ങനെ വെക്കും വെറുതെ മേടിച്ചാണ്. ഇത് ശരിക്കുള്ളതൊന്നുമല്ല. അത് മനസ്സിലായിട്ടില്ലേ. പ്ലാസ്റ്റിക്കാണ് പറ്റുവാണ്. കല്യാണത്തിന് അടുപ്പിച്ച് നമ്മൾ മേടിച്ചാണ്. അങ്കിളിൻ്റെയോ അമ്മേൻ്റെയോ കല്യാണത്തിന്. ഞാൻ ഇത് ചുളുങ്ങുന്നേ ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ ഒരു ചുളുവും തരുമല്ലോ. ഇത് ഇങ്ങനെ വെച്ച പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല അമ്മമ്മ. ഇത് ഇപ്പം നമ്മൾ എങ്ങനെ കിടക്കുവാണെങ്കിൽ ഇതിൻ്റെ ചുളുവൊന്നും പറ്റൂലല്ലോ. ഇപ്പം നമ്മൾ ഒരാഴ്ച ഇങ്ങനെ തന്നെ കിടക്കുവാണെങ്കിലും ഇതേപോലെ തന്നെയല്ലോ ഉണ്ടാവുക. ഈ കിടക്ക അല്ലേ അമ്മ പറ അമ്മമ്മ അല്ലേ. ഈ കണക്ക നമ്മൾ ഒരാഴ്ച കിടക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ നല്ല വൃത്തിയോടെ ഇല്ലേ ഉണ്ടാവുക. ആ നന്നായി അതൊക്കെ ഉണ്ടാവും.
ഇപ്പൊ ചുളിവ് വന്നു ഇങ്ങനെയോ. അല്ലേ കേസ് ഞാൻ ദിവസം വന്ന് വൃത്തിയാക്കുന്നുണ്ട് ഇത്ര വൃത്തി. ഒരു അച്ഛനും മോനും കടന്നിട്ട് പിന്നെ ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഇന്നലെ ഞാനെല്ലാം വിരിച്ചു. ഇന്നലെ എന്റെ അച്ഛൻ ഇന്നലെ വരാത്തോണ്ടാണ് പിന്നെ ഇങ്ങനെ വൃത്തി. എന്ത് വയസ്സ് നല്ല അങ്ങനെയൊന്നല്ല. അമ്മമ്മ വെറുതെ പറയുന്ന വയസ്സ് നിങ്ങൾ വിശ്വസിക്കുക. ഏതാ വൃത്തി? ഓ ഏതാ എന്റെ കിടക്കാവില്ലേ വൃത്തി? ഈ വീട്ടിൽ വിൽക്കാനിട്ട പോലെ അത്രക്കും വൃത്തിയുണ്ട് വയസ്സ്. അത്രക്കും വൃത്തി. താഴെ എന്നാ നടക്കുന്നതിന് ഞാൻ പോയിട്ടും നോക്കിയിട്ടും വരുന്നേ. അമ്മമ്മ ബൈ ബൈ കേട്ടോ അമ്മമ്മ. ഞാൻ താഴെ വരെ പോയിട്ടും വരുന്നു. നമുക്ക് അമ്മൂന്റെ അടുത്തേക്ക് പോകാം. ഇതാണ് ഗായ്സ് അമ്മു. അമ്മൂന്റെ മുഖം നേരത്തെ കിട്ടി. സഞ്ജുലക്ഷ്മിയാണ് നമ്മളെപ്പോഴും കാണുക. അത്രയ്ക്കും ഇഷ്ടമാണ്. ഇതൊക്കെ അറിയില്ല നമ്മളെ ട്രോഫി എനിക്ക് കിട്ടിയ. ഈ പടക്കോ പൊട്ടിക്കാണ്ട് വെച്ച പടക്ക പൊട്ടിക്കണം. കുറച്ച് വെള്ളം അപ്പൊ നമ്മൾ ബോർഡ് ഫ്ലിപ്പ് ചലഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ. ഇന്നൊന്നുമല്ല, എപ്പോഴെങ്കിലും ചെയ്യൂ. പ്രാക്ടീസ് ആണ്. അയ്യോ ഇതൊന്നും പറ്റത്തില്ല. പച്ച നില പച്ച അപ്പം ഞാനൊരു ബട്ടർ ബണ്ണിൻ്റെ പകുതി പീസ് തിന്നതാണ്. പകുതി പീസ് അമ്മമ്മക്കും പിന്നെ അമ്മൂനും ഉണ്ട്. ഞാൻ തിന്നതാണ്. പക്ഷെ അമ്മേനിക്ക് PSC പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന ചക്കപ്പുഴക്ക്. അയ്യോ ഇതാകട്ടെ ചൂട്. കൈവളി അതിങ്ങനെ വടിച്ചെടുക്കണോ? അയ്യോ ആവിയാണ് ഗൈസ്. ബലൂൺ ഒക്കെ ആക്കാൻ പറ്റും. അടുക്കളയാണ് ഗൈസ്. അടുക്കള. അയ്യോ അടുക്കള. ഇത് വർക്ക് ഏരിയ. ഇത് വർക്ക് ഏരിയ ആണ് ഗൈസ്. അതാണ് അടുക്കള. ഇതാണ് അടുക്കള. വർക്ക് ഏരിയ ആണ് ഇത്. അതാണ് അടുക്കള. പഠിച്ചോണ്ടിരിക്കുന്നത്. ഫ്രിഡ്ജ്. ഫ്രിഡ്ജല്ല, പഴയ ഫ്രിഡ്ജാണ്. പുതിയ മേടിക്കാം അല്ലേ? പൈസ അയച്ചു വേണം പുതിയ മേടിക്കാൻ. ഇവിടെ ഒക്കെ എന്തൊക്കെയോ ചേറ് പോലെ പിടിച്ചു. തോലൊക്കെ പോലെ. അപ്പൊ പുതിയ മേടിക്കണം. അപ്പൊ പൈസ കിട്ടിയ നമ്മള് മേടിക്കുന്നതാണ്. എന്നെ തള്ളയെന്ന് വരും. എന്നെ തള്ളയെന്ന്. എന്നെ ഒന്നര
വർഷം കമ്പി.